വിരലിന് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മൂന്നാറിൽ അലോഷിക്ക് കൈ കൊടുത്താന്ന് പറഞ്ഞാൽ മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മാച്ച് കളിക്കാൻ പോവാണ്. ഈ ഒരു സ്കോഡ് വെച്ചിട്ടുള്ള മാച്ചാണ്. നമ്മൾ ഇതെന്തെങ്കിലും ചേഞ്ച് നമുക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ജമാലിനെ പറ്റി ഡിംബലിനെ ഒന്ന് ഇറക്കി നോക്കട്ടെ. റേഞ്ച് മതി. പിന്നെ ഉപ്പോണഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഉപ്പോണഞ്ചിൻ്റെ സ്കോഡ് ഇതാണ്. അധികം നമ്മൾ ഷീസ് മൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും. പിന്നെ നമ്മളെ മാച്ചിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടച്ച് ഒപ്പോണന്റിന് ആക്കാരം. ബെക്കംബോർ, വാൻ ബൂട്ടൻ, വീണ്ടും റിക്കീപ്പക്ക്, കാർലോസ് പിടിച്ചിട്ടുണ്ട്. മോൺട്രേറ്റ്, സ്നൈഡർ, വീണ്ടും സ്റ്റോക്കോവിച്ചിൻ്റെ ഷോട്ടാണ്. പക്ഷേ കേസ് മേക്കറാണ് അവിടെ. ഷോട്ടൊന്നും അങ്ങേക്കൊരു വിഷയമില്ലാത്ത പോലെയാണ്. ബെക്കാം, സ്നൈഡർ, റഫീന, മിസ്സായി അവിടെ. ചെറുക്കാൻ മതി. ഇമ്പലെ എന്ത് എങ്ങനെ കാട്ടും. അവ തട്ടിത്തടയാണ് പന്തൊക്കെ. സെക്കംബർ, സ്നൈഡർ, ഇമ്പലെ സ്പീഡിൽ റണ്ണിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റോക്കോവിച്ചിനെ കൊണ്ട് നമ്മൾ നല്ലൊരു ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഒരു കോർണറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി നോക്കാം. എന്നിട്ട് ഇവിടെ കോൺട്രേറ്റ് എടുക്കൂ. ഡിലൈറ്റ്, മോൺട്രേറ്റ്, ഒരു ഓഫ് സൈഡായി അവിടെ. നമ്മളെ ഡിലൈറ്റ് ആണ്. നമ്മൾ കയറി കളിച്ചു ഡിലൈറ്റ്. മൈക്കിൾ, വീണ്ടും സ്റ്റോക്കോവിച്ചാണ്. വീണ്ടും ഡിംബലെ, വീണ്ടും കാർലോസ്, സ്റ്റോക്കോവിച്ച് എത്തുമെന്ന് കരുതി. പക്ഷേ ഇവക്ക് കാർലോസിന് ക്ലിയർ ആണ്. ബെക്കാമായിരുന്നു. സ്റ്റോക്കോവിച്ച് കമ്പറിൻ്റെ നല്ല ഡിഫൻഡിങ് കാണാൻ കഴിഞ്ഞ്. വീണ്ടും മോൺട്രേറ്റ്, ബെക്കാം, കമ്പർ, സ്നൈഡർ മിസ്സായി. സ്നൈഡർ, കൊടിയിലേക്ക് വന്ന് ഭംഗിയായി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ 0-0 സെക്കൻഡ് ഹാഫിൽ തിരിച്ചടിക്കല്ല, ഒരു ഗോളോ 2 ഗോളൊക്കെ അടിച്ച്
മാച്ച് ജയിക്കണം. എന്നാലും അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റിയ മോൺട്രേറ്റ്, ഡിലൈറ്റ്, കാർലോസ്, വിനിഷ്യസ്, വീണ്ടും റാഫീന, വീണ്ടും ഡിലൈറ്റിൻ്റെ ഒരു ക്ലിയറിംഗ് ആണ്. സ്നൈഡർ, വാൻബൂട്ടൻ വന്നത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓഫ് സൈഡാണ് എന്നാണ് തോന്നുന്നത്. ഓഫ് സൈഡാണ്. ഹെർണാണ്ടസ്, ടിംബലെ, കൊസ്റ്റിക്കട്ട, മോൺട്രേറ്റ്, മിസ്സായി. വീണ്ടും വിനിഷ്യസ്, കളിച്ച് പക്ഷെ കിട്ടിയില്ല. വീണ്ടും കൊസ്റ്റിക്കട്ട, സ്റ്റോക്കോവിച്ച്, ഏണിയെ സമ്മതിക്കില്ല. വീണ്ടും ഡിംബലെ, സ്റ്റോക്കോവിച്ച് ഒരു ഫ്രീ ആണ്, അടിച്ചു നോക്കൂ. യെസ്. അപ്പോൾ സ്റ്റോക്കോവിച്ച് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വീണ്ടും ബെക്കാം, സ്നൈഡർ, മൈക്ലോവൻ. അപ്പോൾ ഓവൻ്റെ ഒരു ഔട്ട് സൈഡ് ഷോട്ടാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഗോൾ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഒരു വെറൈറ്റി സെലിബ്രേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് പോയതാണോ? റേഞ്ച് പോയതെന്താണെന്ന് അറിയില്ല. റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കറങ്ങുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. 2 ഗോൾ കിട്ടിയേക്ക്. കിക്ക് എടുക്കുന്നത് എംബാപ്പെ, ബെക്കാം, മോൺട്രേറ്റ്, വീണ്ടും മൈക്ലോവൻ. മൈക്ലോവനെ കൊണ്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ നോക്കിയത് പക്ഷേ ബ്ലോക്കായി. ചെറിയ ബ്ലോക്ക് വന്ന മാതിരിയായി. വീണ്ടും മൈക്ലോവൻ, ആദംസ്, കൊസ്റ്റിക്കട്ട, സെൻറ്റർ ബാക്ക് കളിക്കുന്നു. മൈക്ലോവൻ, ഓവൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ടാണ്. ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ടില്ല. ഇതൊക്കെ നോക്കി നമ്മളെ അപ്പോൾ ഫസ്റ്റ് ഗോൾ നമ്മളെ കൊസ്റ്റിക്കട്ട ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിൽ നിന്നും കിട്ടിയ ചാൻസാണ്. അപ്പോൾ കൊസ്റ്റിക്കട്ടനെ കൊണ്ട് കുറേ കാലത്തിന് ശേഷം ഒരു ഗോൾ അടിച്ചു. വീണ്ടും എംബാപ്പെ, ബെക്കാം, വീണ്ടും മെക്കാറ്റിയാണല്ലേ, ആരെന്നറിഞ്ഞില്ല. മെക്കാറ്റിനൊക്കെ ഡബിൾ പോസ്റ്റ് കാർഡ് വന്നപ്പോൾ. ലിവാക്കോവിക്, നെയ്മാർ, വീണ്ടും യമാലിൻ്റെ ലക്ഷ്മിച്ചൊരു പാസ് പക്ഷേ മൈക്ലോവൻ ഓനെ എവിടെ കിട്ടിയിട്ട് അടിച്ചാന്ന് തോന്നുന്നു. വീണ്ടും ഒരു കോർണറായിട്ടുണ്ട്. കോർണറിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു ഗോൾ നേടാൻ പറ്റും നോക്കാം. കാർലോസിനെ കൊണ്ട് നമ്മളൊരു ഔട്ട് സൈഡ് ഗോൾ ശ്രമിച്ചു. പക്ഷേ ഫ്രീ ഹെഡറായിരുന്നു ഓവൻ്റെ. നിർഭയൻ്റെ പുറത്തേക്കാണ് പോയത്. ഇനിയസ്റ്റ, നെയ്മാർ, നല്ലൊരു ചാൻസ് ആയിരുന്നു. വീണ്ടും മോൺട്രിച്ച്. അപ്പോൾ രണ്ടാമത്തെ ഗോൾ നമ്മൾ മോൺട്രിച്ച് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഒപ്പോണൻ്റ് 2 ഗോൾ അടിച്ചേക്ക് നിർത്തിപ്പോയി. ഈ ഒപ്പോണൻറ്റിന് എങ്ങനെയാവുന്നാവും. എംബാപ്പെ,
വീണ്ടും ഡിലൈറ്റ്, കട്ട, യമാൽ, വീണ്ടും സ്നൈഡർ ടു ഓവൻ. ഓവനിലേക്ക് ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. നെയ്മർ, മൂന്നാമത്തെ ഗോൾ നമ്മളെ നെയ്മർ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണഞ്ഞ് നിർത്തി പോയിരുന്ന മെയിന്. എംബാപ്പെ, ബെക്കാം, കൊസ്റ്റിക്കട്ട, ആദംസ്, വീണ്ടും സ്നൈഡർ, ഡിലൈറ്റ്, മൈക്കിൾ ഓവൻ. അവനെ കൊണ്ട് നമ്മൾ പവർഫുൾ ഷോട്ട് അടിച്ചിട്ടുണ്ട്, പക്ഷെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. നമുക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോകാം. സ്നൈഡർ, സ്നൈഡറെ കൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട്, അതും ഗോൾ കീപ്പർ സേവ് ചെയ്തു. നിരന്തരം കോർണർ ഇട്ടുണ്ട്, 4-5 കോർണറൊക്കെ. കാർലോസ്, വിനിഷ്യസിൻ്റെ തോന്നുന്ന ഒരു ഫ്രീ ഹെഡറാണ്, അതും പുറത്തേക്കാണ് പോയത്. വിനിഷ്യസിൻ്റെ തന്നെ ഒരു ഫ്രീ ഹെഡറാണ്. വീണ്ടും വെക്കുമ്പോൾ ക്ലിയർ ചെയ്യോ, വീണ്ടും റിക്കി പിഗ്, കുറഞ്ഞത് വലിപ്പിച്ച കളിയാണ് തോന്നുന്നുണ്ട്. ഫസ്റ്റ് കട്ട, റിക്കി പിഗ്, വീണ്ടും മോഡ്രിച്ച്, സ്നൈഡർ, കാർലോസ്, വീണ്ടും കൊസ്റ്റക്കട്ട, മോഡ്രിച്ച്, യമാൽ, വീണ്ടും യമാൽ, ബെക്കാം, എംബാപ്പെ, മോഡ്രിച്ച്, ബെക്കാംബൂർ, സ്നൈഡർ, മൈക്ലോവിൻ്റെ ഷോട്ടാണ്. ഫസ്റ്റ് കട്ടറെ കൊണ്ട് നമ്മൾ ഷോട്ട് പിടിച്ചിട്ടുണ്ട് അവിടുന്ന്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്, 3 ഗോൾ നമ്മൾ ജയിച്ച് നിൽക്കുകയാണ്. പൊണഞ്ചിറങ്ങിപ്പോയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. കഴിഞ്ഞ കളി തന്നെ പൊണഞ്ഞിറങ്ങിപ്പോയി. വീണ്ടും ഓവൻ, സ്നൈഡർ, മോഡ്രിച്ച്, ഡിലൈറ്റ്, കാർലോസ്, വിനിഷ്യസ്, നെയ്മർ. നെയ്മറിന് ഡബിൾ ടച്ച് എടുക്കാനായിട്ടുള്ളല്ലോ. ജോക്കോവിച്ച്, എംബാപ്പെ, സ്നൈഡർ, മിസ്സായി. ബാക്ക് ഹെഡർ കൊടുക്കട്ടെ. പണിപാളിയാ. സ്നൈഡർ, വിനിഷ്യസിനെ കൊണ്ടൊരു സ്റ്റണ്ണിങ് എടുക്കാൻ നോക്കിയതാ, പക്ഷെ പോസ്റ്റ് ബാറിനോടും മേലെ കൂടിയൊക്കെ വെച്ചു. ഏതൊന്നൊരു ഹെഡാണ്. കാർലോസ്, പിന്നെ സ്നൈഡർ, നെയ്മർ പിടിച്ചിട്ടുണ്ട്. ബെക്കാം, സ്നൈഡർ, നെയ്മറിൻ്റെ ഒരു കേവിങ് ഷോട്ടാണ്, അതും ഗോൾ കീപ്പർ സേവ് ചെയ്തു. അപ്പോൾ ഗോൾ കീപ്പർ കുഴപ്പമില്ല, നല്ല സേവ് ചെയ്യുന്നുണ്ട്. പോണിൻ്റെ അടിച്ച പരമാവധി ഷോട്ടൊക്കെ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ജമാൽ, ബാറുമേ തട്ടില്ല, പോസ്റ്റുമേ തട്ടിയത്. മോഡ്രിച്ച്, ഒരു അടിപൊളി ഗോളിന്ന് ഇപ്പോൾ യമാലിൻ്റെ.
കിമ്മിച്ച്, മൈക്കിൾ ഓവൻ ഓണെത്തിയില്ല. ബോൾ കുറച്ച് സ്പീഡ് കൂടി. വീണ്ടും മോൺട്രേറ്റ്, മിനിഷസിനെ കടന്ന് ഇന്ത്യ മാറ്റി അവിടുന്ന്. വീണ്ടും മോൺട്രേറ്റിന് ഷൂട്ട് എടുക്കാനായിട്ടുള്ള സ്റ്റോക്കോവിച്ച്, പരിപാടി. നമ്മളെ ലിവാക്കോച്ച് നല്ല സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു കോർണറായി മാറിയിട്ടുണ്ട്. നെയ്മർ ഗോൾ കീപ്പർ സിമ്പിളായി പിടിച്ചിട്ടുണ്ട്. ലിവാക്കോയ്ക്ക് നല്ലൊരു ലോങ് ബോൾ. മൈക്കിൾ ഓവൻ നമുക്കൊരു ചേഞ്ച് ചെയ്യണം. ഫോമൗട്ടായിട്ടുണ്ട്, എല്ലാത്തിനും എനർജി കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ എന്തോ തട്ടിത്തെറിച്ച് ഇതൊക്കെ ആയ മാതിരി. വീണ്ടും വിനിഷ്യസ്. ബെൻസിന് സ്റ്റെമ്മിങ് എടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും കാർലോസ്. ഇനി അപ്പം അങ്ങനെ മാച്ച് തീർന്നിട്ടുണ്ട്. 3 ഗോളിന് വിജയിച്ചു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ മാച്ചിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.